വീട്, മണ്ണ്, ഫ്ലാറ്റ്. പ്രവാസി മലയാളിയുടെ സമ്പാദ്യ സ്വപ്നങ്ങൾ എപ്പോഴും ഈ 3 വാക്കുകളിലാണ് കറങ്ങിത്തിരിയുന്നത്. ഗൾഫിൽ കുറച്ച് പണം മാറ്റിവെക്കാൻ കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്യണം എന്നാണ്. ദുബായിൽ ഒരു ലക്ഷറി ഫ്ലാറ്റ് നോക്കണോ, അതോ നാട്ടിൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കുറച്ച് മണ്ണ് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം? നമ്മൾ വർഷങ്ങളായി ഈ 2 വഴികൾ മാത്രമാണ് നോക്കി നടക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു വഴി വിപണിയിൽ രൂപപ്പെടുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിയൽ എസ്റ്റേറ്റ് എന്നാൽ ഇപ്പോൾ വെറും ഇഷ്ടികയും സിമെന്റും മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് പലപ്പോഴും ഒരു പഴയ അംബാസിഡർ കാറ് പോലെയാണ്. വലിയ വണ്ടിയാണ്, റോഡിൽ ഒരു പ്രൗഢിയൊക്കെ ഉണ്ട്, പക്ഷെ അത്യാവശ്യത്തിന് കുറച്ച് പണം വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വിറ്റ് പണമാക്കാൻ കഴിയില്ല. എന്നാൽ ദുബായ് പ്രോപ്പർട്ടി ഒരു സ്പോർട്സ് കാർ പോലെയാണെന്ന് പറയാം. വേഗതയും ഗ്ലാമറും കൂടുതലാണ്, പക്ഷേ അതിന് നൽകേണ്ട ടാക്സും സർവീസും ചാർജും അത്രത്തോളം വലുതാണ്. ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലെ പേപ്പർ റിയൽ എസ്റ്റേറ്റ് അഥവാ റീറ്റുകളും ഗിഫ്റ്റ് സിറ്റിയിലെ ആസ്തികളും ഒരു മെട്രോ ട്രെയിൻ പോലെയാണെന്ന് നമുക്ക് പറയാം. കൃത്യമായ സമയത്ത് ഡിവിഡൻസ് തരും, അനാവശ്യ മെയിൻ്റനൻസ്, തലവേദനകളുമില്ല. നമ്മൾ എന്തിനാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുന്നത്? ഒന്നെങ്കിൽ ആസ്തിയുടെ മൂല്യം കൂടാൻ, അല്ലെങ്കിൽ മാസം തോറും കൃത്യമായി വാടക വരുമാനം കിട്ടാൻ. ഈ 2 ലക്ഷ്യങ്ങളും ഈ 3 മേഖലകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കൃത്യമായ കണക്കുകളോടെ നമുക്ക് നോക്കാം. ഗ്ലോബൽ പ്രോപ്പർട്ടി ഗൈഡ് 2026 മെയ് മാസത്തിൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ദുബായിലെ അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി ഗ്രോസ് റെന്റൽ ഈൽഡ് 6.68% മുതൽ 7.15% വരെയാണ്. കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നും, കാരണം UAE ദിർഹത്തിൽ കിട്ടുന്ന വരുമാനം രൂപയിലേക്ക് മാറ്റുമ്പോൾ വലിയ തുകയാണ്. എന്നാൽ ദുബായിലെ റിയൽ എസ്റ്റേറ്റിൽ ഒരു മറഞ്ഞിരിക്കുന്ന ചിലവുണ്ട്. അതാണ് ആനുവൽ സർവീസ് ചാർജുകളും മെയിൻ്റനൻസ് ചിലവുകളും. ഇവ കഴിഞ്ഞ് നെറ്റ് ഈൽഡ് കണക്കാക്കുമ്പോൾ അത് 4.5 മുതൽ 5% താഴാം. ഇനി നമ്മുടെ നാട്ടിലെ കാര്യമെടുക്കാം. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ ഒരു അപ്പാർട്ട്മെന്റോ വീടോ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഈൽഡ് എത്രയാണെന്ന് അറിയാമോ? വെറും 2 മുതൽ 3.5% വരെ മാത്രം. അതായത് 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റിൽ നിന്ന് മാസം 10,000 രൂപയിൽ താഴെ മാത്രമാണ് ശരാശരി വാടക ലഭിക്കുന്നത്. ഭൂമിയുടെ അപ്രിസിയേഷൻ 10 മുതൽ 15% വരെ കിട്ടിയേക്കാം, പക്ഷെ അത് കടലാസിൽ മാത്രമാണ്. ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ലിക്വിഡിറ്റി എന്ന വില്ലൻ കടന്നു വരുന്നത് ഇവിടെയാണ്. നാട്ടിലെ പ്ലോട്ടോ ഫ്ലാറ്റോ പെട്ടെന്ന് പണമാക്കാൻ നോക്കിയാൽ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടി വരാം. കൂടാതെ ടെന്റ് ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും ബ്രോക്കറേജ് ചിലവുകളും വേറെയാണ്. അപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനായ റീറ്റുകളിലേക്കും ഗിഫ്റ്റ് സിറ്റിയിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടത്. റീറ്റ് അഥവാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയ കൊമേഴ്ഷ്യൽ IT പാർക്കുകളിലും ഷോപ്പിംഗ് മോളുകളിലും ചെറിയ തുകയോടെ പങ്കാളിയാകാനുള്ള സൗകര്യമാണ്. മോട്ടിലാൽ ഓസൽ 2026 ഓഗസ്റ്റ് 10 പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ലിസ്റ്റഡ് റീറ്റുകളുടെ ശരാശരി ഡിസ്ട്രിബ്യൂഷൻ ഈൽഡ് 6 മുതൽ 8% വരെയാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങി വാടകക്കാരെ തിരഞ്ഞു നടക്കാതെ തന്നെ വലിയ വൻകിട കമ്പനികൾ നൽകുന്ന വാടകയുടെ ഒരു പങ്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 മാസം കൂടുമ്പോൾ കൃത്യമായി എത്തും. ഇതിന് പുറമെയാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയുടെ സാധ്യതകൾ. ഗിഫ്റ്റ് സിറ്റി റിയാലിറ്റി 2026 ജൂലൈ മാസത്തിൽ പുറത്തുവിട്ട വിപണി വിശകലനം അനുസരിച്ച് ഗിഫ്റ്റ് സിറ്റിയിലെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളുടെ റെന്റൽ ഈൽഡ് 7 മുതൽ 9% വരെയായി ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരേയൊരു അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ സെക്ടറായ ഗിഫ്റ്റ് സിറ്റിയിൽ ആഗോള ബാങ്കുകളും ഫിൻടെക് കമ്പനികളും ആസ്ഥാനം സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡ് വലിയ തോതിൽ ഉയരുകയാണ്. നാട്ടിൽ 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു NRI ആ തുക മുഴുവൻ ഒരു സിംഗിൾ അസറ്റിൽ മുടക്കുമ്പോൾ വലിയ റിസ്ക് എടുക്കുകയാണ്. എന്നാൽ അതേ 1 കോടി രൂപയിൽ ഒരു ഭാഗം നാട്ടിലെ വീടിനായി നീക്കിവെക്കുകയും ബാക്കി തുക ദുബായ് പ്രോപ്പർട്ടിയിലോ റീറ്റ് ഫണ്ടുകളിലോ വിഭജിച്ച് പങ്കാളിയാകാൻ ശ്രമിക്കുകയോ ചെയ്താൽ റിസ്ക് പകുതിയായി കുറയും. ഒരു ലക്ഷറി ഫ്ലാറ്റ് വാങ്ങി അയൽക്കാരോട് ഷൈൻ ചെയ്യുന്നതാണോ, അത് ശാന്തമായി കൃത്യമായി പലിശയും ഡിവിഡൻസും അക്കൗണ്ടിലെത്തിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണോ മികച്ച വഴിയെന്ന് ചിന്തിക്കണം. ഇമോഷണൽ തീരുമാനങ്ങളെക്കാൾ വലിയ സാമ്പത്തിക ലാഭം തിരികെ തരുന്നതാണ് ലോജിക്കലായി തീരുമാനം എടുക്കുന്നത് വഴി നമുക്ക് ലഭിക്കുക. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഏതൊരു പ്രോപ്പർട്ടി വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് മുൻപും അതിന്റെ റെന്റൽ ഈൽഡ്, ലിക്വിഡിറ്റി, നികുതി ബാധ്യതകൾ എന്നിവ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ആരും പറയുന്നത് കേട്ട് ചാടി വീഴാതെ സ്വന്തമായി വിപണി വിശകലനം നടത്തുക. പണം വളർത്താൻ പല വഴികളുണ്ട്. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വഴി ഏതാണെന്ന് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.